ഞാൻ ഷനീഷ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി നൂറുകണക്കിന് ആളുകളെ അവരുടെ കരളിന്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഫാറ്റി ലിവറിനെ കുറിച്ചുള്ള വളരെ ഗൗരവകരമായ ചില ശാസ്ത്രീയ സത്യങ്ങളാണ്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, സാറേ, ഗ്രേഡ് 1 ഫാറ്റി ലിവർ അല്ലേ ഉള്ളൂ, അത് സാരമില്ലല്ലോ എന്ന്. എന്നാൽ സയൻസ് പറയുന്നത് അതല്ല. നിങ്ങളുടെ ലിവറിനകത്ത് കൊഴുപ്പ് അടിയുന്നത് ഒരു അസുഖം മാത്രമല്ല, അത് നിങ്ങളുടെ മെറ്റബോളിസം തകരാറിലാക്കുന്നു എന്നതിന്റെ വലിയൊരു സിഗ്നലാണ്. ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ സെഷനിൽ എന്താണ് കരൾ വീക്കം, എന്താണ് ഫാറ്റി ലിവർ എന്നത്, എന്താണ് കരളിൽ സംഭവിക്കുന്നത് എന്നും ശാസ്ത്രീയമായി ഇതിനെ എങ്ങനെ റിവേഴ്സ് ചെയ്യാമെന്നും നമ്മൾ പഠിക്കും. വീഡിയോയുടെ അവസാനം ഇന്ന് മുതൽ നിങ്ങൾക്ക് തുടങ്ങാൻ കഴിയുന്ന ഒരു ലിവർ ഡിറ്റോക്സ് പ്രോട്ടോകോളിനെ കുറിച്ചും ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അവസാനം വരെ കൂടെ ഉണ്ടാവുക. കരളിന്റെ പ്രവർത്തനവും ഫാറ്റി ലിവറിന്റെ സയൻസുമാണ് ഞാൻ ആദ്യ സെഷനിൽ വിശദീകരിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് സയൻസിലേക്ക് കടക്കാം. കരൾ നമ്മുടെ ശരീരത്തിലെ സെൻട്രൽ ലബോറട്ടറിയാണ്. അതിന്റെ പ്രധാനപ്പെട്ട പണി ഡീനോവോ ലിപ്പോജെനിസിസ് എന്ന പ്രക്രിയ നിയന്ത്രിക്കലാണ്. എന്താണത് എന്ന് മനസ്സിലാക്കാം. നമ്മൾ അമിതമായി കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റുകളെയും പഞ്ചസാരയെയും കരൾ കൊഴുപ്പാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഈ ഒരു കൊഴുപ്പ് കരളിൽ തന്നെ നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ കരൾ ഈ ഒരു കൊഴുപ്പിനെ VLDL അഥവാ വെരി ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ വഴി പുറത്തേക്ക് വിടുകയാണ് വേണ്ടത്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിന്റെ അളവ് എപ്പോഴും ഉയർന്നു നിൽക്കുമ്പോൾ ഈ ഒരു പ്രക്രിയ തടസ്സപ്പെടുന്നു എന്നുള്ളതാണ് വാസ്തവം. കൊഴുപ്പ് നമ്മുടെ കരൾ കോശങ്ങളിൽ ഹെപ്പറ്റോസൈറ്റ്സ് കുടുങ്ങിക്കിടക്കുന്നു എന്നതാണ് ശരിക്കും ഫാറ്റി ലിവർ. സയന്റിഫിക് സ്റ്റഡീസ് സൂചിപ്പിക്കുന്നത് ഫാറ്റി ലിവർ ഉള്ളവരിൽ ഹൃദ്രോഗ സാധ്യത മറ്റുള്ളവരെ അപേക്ഷിച്ച് 2 മുതൽ 3 മടങ്ങ് കൂടുതലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് വെറും ഒരു ലിവർ പ്രശ്നം മാത്രമല്ല, ഇതൊരു സിസ്റ്റമിക് ഇഷ്യൂ കൂടിയാണ്. ഇനി ഫാറ്റി ലിവറിന്റെ എക്സ്പേർട്ട് ടിപ്സും എവിഡൻസും നമുക്ക് പരിശോധിക്കാം. എന്റെ കോഴിക്കോടുള്ള ക്ലിനിക്കിലെ അനുഭവത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം പറയാം. മിക്കവരും ഫാറ്റി ലിവർ മാറാൻ അല്ലെങ്കിൽ മാറ്റാൻ മരുന്നുകൾക്ക് പിന്നാലെ പോകും എന്നുള്ളതാണ് വസ്തുത. എന്നാൽ ജേണൽ ഓഫ് ഹെപ്പറ്റോളജി പുറത്തുവിട്ട പഠനങ്ങൾ പറയുന്നത് വെറും 7% മുതൽ 10% വരെ ശരീരഭാരം കുറയ്ക്കുന്നത് ഫാറ്റി ലിവർ 90% വരെ റിവേഴ്സ് ചെയ്യാൻ സഹായിക്കും എന്നുള്ളതാണ്. അതായത് തടി കുറയ്ക്കലും ഫാറ്റി ലിവറും തമ്മിലുള്ള ബന്ധം. ഞാൻ നിങ്ങളെ ഇവിടെ പഠിപ്പിക്കുന്നത് വെറും ഡയറ്റ് അല്ല, മറിച്ച് മെറ്റബോളിക് സ്വിച്ചിങ് ആണ്. അതായത് നമ്മുടെ ശരീരം പഞ്ചസാരയ്ക്ക് പകരം കൊഴുപ്പിനെ ഇന്ധനമായി ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ കരൾ തനിയെ വൃത്തിയാകാൻ തുടങ്ങുന്നു. ഇതിനെയാണ് നമ്മൾ ലിവർ റീജനറേഷൻ എന്ന് പൊതുവെ വിളിക്കുന്നത്. അവസാനമായി ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പേ ഒരു കാര്യം പറയട്ടെ. സുഹൃത്തുക്കളായ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഫാറ്റി ലിവർ എന്നത് കരളിൽ കൊഴുപ്പ് കുടുങ്ങിക്കിടക്കുന്ന ആ ഒരു അവസ്ഥയാണെന്നും അത് മാറ്റാൻ ഇൻസുലിൻ നിയന്ത്രിക്കണം എന്നുള്ളതുമാണ്. നാളത്തെ സെഷൻ ഇതിലും പവർഫുൾ ആക്കി മാറ്റാൻ ഞാൻ ശ്രമിക്കാം. ഫ്രക്ടോസ്, കരളിന്റെ പ്രധാന ശത്രു എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ നാളെ സംസാരിക്കുന്നത്. നമ്മൾ ഹെൽത്തി എന്ന് കരുതി കഴിക്കുന്ന പല ഭക്ഷണങ്ങളും എങ്ങനെയാണ് കരളിനെ നശിപ്പിക്കുന്നത് എന്ന് നാളത്തെ ക്ലാസ്സിൽ ഞാൻ തെളിവുകൾ സഹിതം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നത്തെ സെഷനെ കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നാളെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. See you tomorrow.